ടി വി പ്രസാദ് നമുക്കൊപ്പം എത്തുന്നു. ടി വി പ്രസാദ്, പി കെ കുഞ്ഞാലിക്കുട്ടി ഇപ്പോൾ പറഞ്ഞു നിർത്തിയ വാചകമുണ്ട്, ഉത്സാഹം എന്തുകൊണ്ടുണ്ടായില്ല എന്നുള്ളത്. ഇപ്പോൾ ഈ കരാറിൽ നിന്ന് പിന്മാറാൻ മന്ത്രിസഭാ യോഗം ചേർന്നൊരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞ ഒരു വർഷമായി എങ്ങനെയാണ് ആർബിട്രേഷൻ അടക്കം എങ്ങനെ പോകാം എന്നുള്ള കാര്യങ്ങളിൽ നടത്തുന്ന ചർച്ചകളെക്കുറിച്ചുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുമ്പോൾ സർക്കാരിന്റെ താല്പര്യം എവിടെയാണ്? ഈ നിർദ്ദിഷ്ട സ്മാർട്ട് സിറ്റി പദ്ധതി അതേ രീതിയിൽ നടപ്പാക്കാൻ ടീകോമിന് മേൽ സമ്മർദ്ദം ചെലുത്താൻ എന്തുകൊണ്ടാണ് ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും നാളിതുവരെ ശ്രമിക്കാത്തത്? ഈ ചോദ്യങ്ങൾ സജീവമായി ഉയർത്തുകയല്ലേ പ്രതിപക്ഷം? പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ ഇപ്പോൾ നമ്മൾ തത്സമയം കേൾക്കുകയും ചെയ്തല്ലോ. ഉറപ്പായും സുജയ, അതുകൂടാതെ ഇതിന് പിന്നിലുള്ളത് റിയൽ എസ്റ്റേറ്റ് താല്പര്യമാണ് എന്നുകൂടി പറഞ്ഞു വെക്കുകയാണ് പ്രതിപക്ഷം എന്നുള്ളതാണ്. അതായത് ഈ മന്ത്രിസഭാ തീരുമാനത്തിന് ഒരു കാരണവശാലും പച്ചക്കൊടി വീശാൻ പ്രതിപക്ഷം തയ്യാറല്ല. കടുത്ത വിമർശനങ്ങളുമായി പ്രത്യക്ഷ സമരങ്ങളുമായി ഇനി ഉൾപ്പെടെ പ്രതിപക്ഷം മുന്നോട്ട് വന്നേക്കും എന്നുള്ളതാണ്. കാരണം വലിയ കൊട്ടിഘോഷിച്ച് നടത്തിയ ഒരു പദ്ധതി, ആ പദ്ധതി കൂടി എന്നേക്കുമായി അവസാനിക്കുന്നു എന്ന് മാത്രമല്ല, ആ സ്വകാര്യ കമ്പനിക്ക് പൂർണ്ണമായി ലാഭമുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു തീരുമാനം സർക്കാർ എടുക്കുന്നു എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി UDF കാണുന്നത്. അതായത് ഇതിലെ പ്രധാനപ്പെട്ട ഉത്തരവാദി എന്നുള്ളത് ടീകോം കമ്പനി തന്നെയാണ്. കാരണം 2007 ഇതിൻ്റെ പ്രാരംഭഘട്ടങ്ങൾ തുടങ്ങിയെങ്കിലും 2011 മുതലാണ് യഥാർത്ഥത്തിൽ തുടങ്ങുന്നത്. അതായത് 2011 തുടങ്ങി 2021 വരെ ഈ 10 വർഷ കാലയളവാണ് യഥാർത്ഥത്തിൽ പറഞ്ഞിരുന്നത്. അതിൽ 88 ലക്ഷം സ്ക്വയർ ഫീറ്റ് കെട്ടിടങ്ങൾ ഉണ്ടാകണം. അതോടൊപ്പം തന്നെ 90,000 തൊഴിലവസരങ്ങളും ഉണ്ടാകണം. അങ്ങനെ ഇതെന്തുകൊണ്ട് ചെയ്തില്ല എന്നുള്ളതിൻ്റെ ടീകോമിൻ്റെ മറുപടി ഇതായിരുന്നു, അത് കോവിഡ് ആയിരുന്നു കാരണം എന്നുള്ളതാണ്. അതായത് 2019 വന്ന കോവിഡിൻ്റെ ചുമലിലേക്ക് ഈ കാര്യങ്ങൾ എടുത്തിടുന്നു എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ ചീഫ് സെക്രട്ടറി മന്ത്രിസഭാ യോഗത്തിലേക്ക് കൊടുത്ത കുറിപ്പിലും പറയുന്നത് ഈ കോവിഡ് കൊണ്ട് പൂർത്തിയാക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. അതായത് അവസാനത്തെ 2 മാസം വന്ന കോവിഡിൻ്റെ ചുമലിൽ താങ്ങിക്കൊണ്ട് ഇത് നടത്താൻ കമ്പനിക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് കൊണ്ടാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ടീകോമിന് കഴിയാത്തത് എന്ന് ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ പറഞ്ഞു വെക്കുകയാണ്. ഇത് അടിമുടി ദുരൂഹമാണ് ഈ നീക്കം എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. അതായത് ഈ കാര്യത്തിൽ യഥാർത്ഥത്തിൽ ടീകോമിൽ നിന്ന് നഷ്ടപരിഹാരം, അതായത് അവിടെ ചെലവാക്കിയ എല്ലാ തുകയും ഉൾപ്പെടെ എല്ലാ സംവിധാനങ്ങളും ഉൾപ്പെടെ തിരിച്ചു പിടിക്കാനുള്ള വ്യവസ്ഥ ഉണ്ട് എന്നിരിക്കെ ടീകോമിൻ്റെ ഭാഗത്താണ് പാളിച്ചയെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ ടീകോമിന് നഷ്ടപരിഹാരം കൊടുക്കേണ്ടത് എന്ന ചോദ്യമാണ് പ്രധാനമായും പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. അത് വി ഡി സതീശനായാലും കുഞ്ഞാലിക്കുട്ടി ആയാലും രമേശ് ചെന്നിത്തല ആയാലും ഒരൊറ്റ വാക്കാണ് പറയുന്നത്, ഇതിൽ അടിമുടി ദുരൂഹതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മന്ത്രിസഭാ തീരുമാനത്തിൽ നിന്ന് പിന്മാറണം, മറിച്ച് സർക്കാരിന് നേട്ടമുണ്ടാകുന്ന തലത്തിലേക്ക് ഈ തീരുമാനം മാറ്റി എഴുതണം എന്ന നിലപാട് തന്നെയാണ് പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത്. സുജയ. ടി വി പ്രസാദ് തുടരുക. നമുക്ക് സർക്കാരിന് എന്താണ് ഇതിനുള്ള ഒരു മറുപടി എന്ന് കൂടി കേൾക്കണം.